ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോയിസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പനിയൊക്കെ ആയിരുന്നു കുറേ ദിവസങ്ങൾ കൊണ്ട്. കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. പനിയായതുകൊണ്ട് നമുക്കങ്ങ് മടിയായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇച്ചിരി ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രാവിലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആ വീഡിയോ ആണ് എടുത്തു വെച്ചത്. പിന്നെ വോയിസ് കൊടുക്കാൻ പനി ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അല്ലാതെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കോഴിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ രാവിലെ ആകുമ്പം വീട്ടിൽ ഒരു കലപില ശബ്ദവും അതെല്ലാം കൂടെ ആകുമ്പോൾ അത് വോയിസ് അങ്ങനെ കൊടുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അപ്പോഴെനിക്ക് തോന്നി ഇച്ചിരി കടിഞ്ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ കടിഞ്ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി സിറ്റൗട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഇച്ചിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അതെനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. രാവിലെ ചായ ആയാലും കടിച്ചായ ആയാലും കുടിക്കുമ്പോൾ വന്ന് സിറ്റൗട്ട് ഇച്ചിരി നേരം ഇരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ചെടിയൊക്കെ ഒന്ന് നോക്കുക, അങ്ങനെ ഇരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരു മഴയുടെ ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. മഴക്കോളാണ്, നല്ല മഴക്കോളാണ്. എപ്പോഴും മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ടോ? ഇപ്പം എങ്ങും വെയിലില്ലെന്നറിയാം, എല്ലായിടവും നല്ല മഴയാണ്. അതാണ് കാരണം. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കടുംചായയൊക്കെ കുടിച്ചിട്ട് ഇനി കിച്ചണിലോട്ട് പോവാമെന്ന് വിചാരിച്ചു. കിച്ചണിൽ ഞാൻ ഇതുപോലെ കരിപ്പാത്രമൊക്കെ ഒരു പെട്ടിക്കകത്ത് വെളിയിൽ, ഗ്യാസ് കുറ്റി വെളിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ള പാത്രം അപ്പോഴും ഇങ്ങോട്ട് എടുക്കത്തേ ഉള്ളൂ. അങ്ങനെയാണ്. ഞാൻ മീൻ ഹസ്ബൻഡ് അപ്പോഴത്തേക്കിന് മേടിച്ചുകൊണ്ട് വന്നു. അതെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മീനുണ്ടായിരുന്നു. അത് ഞാൻ അരപ്പ് പുരട്ടി വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊണ്ടുവന്ന മീനും ഇനി എന്തായാലും കറി വെക്കണം. മറ്റേ മീൻ കൊണ്ട് തികയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി ചോറൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇച്ചിരിയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ. അല്ലാതെ നമ്മൾ വെറുതെ ചോറ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു. നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ, അതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തോരൻ വെക്കാൻ. പിന്നെ മീൻ ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ അങ്ങനെ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് മാറ്റി വെച്ചു. ചുമന്ന മീൻ ഞാൻ വിചാരിച്ചു ഇത് കറി വെക്കാമെന്ന്. അങ്ങനെ അതും എടുത്ത് വെള്ളത്തിലോട്ട് വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് തോരനാണ് കേട്ടോ. വെളുത്തുള്ളിയും കാന്താരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ പയറിൽ ഞെവിടിയിട്ടാണ് വെക്കുന്നത്. എന്തായാലും അങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് അതൊക്കെ. നമ്മൾ വിചാരിക്കും ആവിയേറ്റി അല്ലാതൊക്കെ വെക്കണമെന്ന്. അല്ലാതൊന്നും വെക്കേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അതിനകത്തിട്ട് ഞെവിടി തന്നെ ഇട്ട് കടു വറുത്ത് ഞാൻ അങ്ങനെ അങ്ങ് വെക്കത്തേ ഉള്ളൂ. കണ്ടോ, ഇത് കണക്ക് ഞെവിടും ഞാൻ കേട്ടോ. ഇങ്ങനെ ഞെവിടി എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് കടു വറുത്ത് അങ്ങ് ഇടത്തേ ഉള്ളൂ. അന്നേരം അധികം വെള്ളമൊന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെയാണ് പയർ വയ്ക്കുന്നത്. പയറ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ഞാൻ സവാളയൊന്നും ഇടാറില്ല കേട്ടോ. പയറ് മാത്രം, പയറിൻ്റെ ടേസ്റ്റ് മാത്രം കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. സവാള ഉണ്ടെങ്കിൽ സവാള ഒന്ന് കടിക്കാമല്ലോ, അതുകൊണ്ട് സവാള ചേർക്കത്തില്ല. പയറ് മാത്രം ഇങ്ങനെ അരിഞ്ഞ് കടുവറുത്ത് ഇട്ട് തോരൻ വയ്ക്കത്തേ ഉള്ളൂ. വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറയുമ്പം എല്ലാവരും എനിക്കും എൻ്റെ വാപ്പാണെന്നല്ല, എൻ്റെ വാപ്പ തന്നെയാണത്. എന്നാലും നൗഷാക്കയുടെ വാപ്പാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. വാപ്പാക്ക് ചെറിയ കാലിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഷുഗറുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ 2 വിരലിൻ്റെ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിനെ അവിടെ കടുവൊക്കെ വറുത്ത് സെറ്റാവാൻ വെച്ച്. ഇനി അതിനകത്തോട്ടൊന്നും നോക്കാനില്ല. അപ്പോഴെൻ്റെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മഞ്ഞൾപ്പൊടി ചേർത്താണ് ഞാൻ വെക്കുന്നതെന്ന്. മഞ്ഞൾപ്പൊടി, ഉപ്പും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് സാമ്പാറിൻ്റെ കഷ്ണം വേവിക്കുന്നത്.
ഇനി അതിന് അരപ്പൊക്കെ അരച്ച് ചേർക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിലൊന്നും നമുക്ക് വ്യൂസൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ വിചാരിക്കും വീട്ടിൽ ഇരിക്കുകയല്ലേ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടി ഇടാം എന്ന് വിചാരിച്ച് ചില സമയം നമ്മളങ്ങ് വിഷമം തോന്നും. നമ്മൾ ഇത് ഇങ്ങനെ എടുക്കുന്നെങ്കിലും നമ്മൾ ഇടുന്നെങ്കിലും ഒക്കെ അതിൻ്റെ പിന്നിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ സാമ്പാറിനാണ് എടുക്കുന്നത്. അന്നേരം ഞാൻ ഇച്ചിരി സാമ്പാർ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കി അതോടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. നമ്മൾ വെക്കുന്ന രീതി ആയിരിക്കണം എന്നില്ലല്ലോ വേറൊരാൾ വെക്കുന്നത്. പക്ഷേ എൻ്റെ മാമിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കും പപ്പായൊക്കെ എൻ്റെ സാമ്പാറൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവരങ്ങനെ സാമ്പാർ കൂട്ടില്ല. എങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി സാമ്പാർ കൂടെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചത്. പിന്നെ പനി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വോയിസിന് കംപ്ലൈൻറ്റ് കാണും, അതെനിക്കറിയാം. ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഉള്ളിടത്താണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് കേട്ടോ. അത് ഈ വോയിസിൻ്റെ കംപ്ലൈൻറ്റ് ഈ പനി കിടക്കുന്നത് കൊണ്ടാണ്. പിന്നെ അങ്ങനെ സാമ്പാറിന് ഞാൻ അതെല്ലാം ചേർത്ത് വെച്ചു. ഇത് ഞാൻ എടുക്കുന്നത് മീൻ കറിക്കാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിക്കണം. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ചിട്ട് വേണം. തേങ്ങ നമ്മൾ പച്ചക്കെടുക്കും. പച്ച അരയ്ക്കുന്നതാണ്. തേങ്ങ വറക്കാൻ നിൽക്കില്ല. ഈ മുളക് പൊടി എല്ലാം ചൂടാക്കിയത് അതിലോട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് പിന്നെ ഞാൻ മീനും പൊരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് മീൻ ഗ്യാസിലോട്ടങ്ങ് ഇട്ടു വെച്ച് സമയം ഒരുപാടാവുന്നുണ്ടായിരുന്നു. മോനും ചോറ് കൊണ്ടുപോകണമല്ലോ, അതിനിടയ്ക്ക് വേണം ഇതെല്ലാം ആയി കിട്ടാനും. അതുകൊണ്ട് ഞാൻ എളുപ്പം ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വീട്ടുജോലി എളുപ്പമാണെന്ന്. പക്ഷേ അങ്ങനൊന്നും അല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പനി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്പീഡിൽ ജോലി ചെയ്യാനും. എങ്കിലും ഞാൻ എളുപ്പം ഉള്ളതാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി അത് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ദാണ്ടെ ചുമന്നുള്ളി ഞാൻ ചേർക്കും. ഇച്ചിരി ചുമന്നുള്ളിയും ചേർത്തിട്ട് വേണം അരച്ചെടുത്ത് അങ്ങനെ കറി വയ്ക്കുന്നതാണ് ആ മീൻ കറി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ആ മീൻ കറിക്ക്. പാപ്പായൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അവരൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കറി ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ അത്രയും വന്നത് കണ്ടില്ല, അത് കട്ടാക്കിയതും ഇല്ല എടുത്ത്. പിന്നെ ഞാൻ അരച്ച് വെച്ചതിലേക്ക് നമ്മുടെ ഉണ്ടമുളക് ഉണ്ടല്ലോ അതും പിന്നെ തക്കാളിപ്പഴവും പിന്നെ കുടംപുളിയും അതാണ് ഞാൻ ഇട്ടത് കേട്ടോ. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, കുടംപുളിന്ന് തന്നെയാണ് കേട്ടോ. അതും ഇട്ട് ഇനി ഇത് കലക്കി നമ്മൾ അടുപ്പിൽ വെക്കും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. വെച്ച് നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സൈസ് മീൻകറി തന്നെയാണ്. പക്ഷേ എങ്കിലും ആരെങ്കിലും വെക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഞാൻ എന്താണ് കടുക് വറുക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കുറച്ച് തക്കാളിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടുക് വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു. അതാണിത്. ഇത് എളുപ്പമാണ് വെക്കാൻ കേട്ടോ. ഇച്ചിരി തക്കാളിയും പച്ചമുളകും കൂടെ നമ്മൾ വേവിക്കാൻ വെക്കണം. വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇച്ചിരി അരപ്പ് നമ്മൾ സാധാരണ വെറും കറിക്ക് അരയ്ക്കുന്ന കണക്കുള്ള അരപ്പരച്ച് തേങ്ങ ചേർത്ത് അരച്ചിട്ട് നമ്മളതൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട്, തിളയ്ക്കാൻ പാടില്ല, തിളച്ചാൽ പിന്നെ കൊള്ളില്ല. ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ കറിയും. നിങ്ങളെന്തായാലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി ഇടാൻ പോകുകയാണ് കേട്ടോ. ഒരു ചോറൊക്കെ കൊണ്ടുപോകാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോൻ അതിനിടയ്ക്ക് പോയായിരുന്നു കേട്ടോ. ചോറൊക്കെ കൊടുത്ത് ഞാൻ അവനെ വിട്ടു. അത് കഴിഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കുന്നത്.
അതൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ട് വേണം ഞാനും ഹസ്ബൻഡും കൂടാണ് ഹോസ്പിറ്റലിലോട്ട് പോവാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്നറിയാലോ? ചോറ്, മീൻകറി, മീൻ വറുത്തത്, സാമ്പാർ, തക്കാളിക്കറി, ഇത്രയും കറികളുണ്ടായിരുന്നു കേട്ടോ. പയറുതോരനും. അതും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഞാൻ വിചാരിച്ച് ഈ വീഡിയോ ഒന്ന് എടുക്കാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണിത് കേട്ടോ. അതിൻ്റെ ചുറ്റും അപ്പുറവും ഇപ്പുറവും നമുക്ക് കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ റബ്ബറാണ്, മൊത്തം റബ്ബർ. അവിടെങ്ങും അങ്ങനെ അധികം വീടേ ഇല്ല. ഇടയ്ക്കെങ്ങാനും നമ്മൾ ഒരു വീടെങ്ങാനും കണ്ടാലായി. പക്ഷെ നല്ല രസമാണ് പോവാൻ. പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കും അയ്യോ ഒരു വീട് പോലും ഇല്ലല്ലോ. ഇടയ്ക്കൊരു വീട് കണ്ട് ആ ഒരു നീല പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ വീടേ ഇല്ല. പിന്നെ മൊത്തം ആ സൈഡും ഇങ്ങനെ തന്നെ, ഈ സൈഡും ഇങ്ങനെ തന്നെ. നോക്കിക്കേ, ഇവിടെ എന്തോ മണ്ണെടുക്കുന്നതാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇവിടെ എന്തോ പണിയാനായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. ഇത്രയും വിജനമായിട്ട് കിടക്കുന്ന ഒരു വഴി കൂടാണ് ഞങ്ങൾ പോകുന്നത്. ടൗണിൽ കൂടെ പോകാമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ ഇതായിരുന്നു എളുപ്പം. അടൂർ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഈ വഴി ഞങ്ങൾ കയറി പോകുമ്പം ഇതാണ് കാണുന്നത്. ഇതുവഴിയാണ് നമ്മൾ കൂടുതലും പോകുന്നതും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി വാപ്പാക്ക് ഊണൊക്കെ കൊടുത്ത് വാപ്പാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വാപ്പ പറയുകയും ചെയ്തു കുറേ ദിവസമായി ഇങ്ങനെ നല്ലപോലെ ഊണ് കഴിച്ചിട്ടെന്നൊക്കെ. അപ്പോഴ് ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന